Hi everyone, welcome back to Success Academy's YouTube channel. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC സെലക്ഷൻ പോസ്റ്റിൻ്റെ ഫേസ് 11ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ മെട്രിക്കുലേഷൻ ലെവൽ GKൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാരിയപ്പൻ തങ്കവേലു ആൻഡ് ശരത് കുമാർ won silver and bronze in which sport at the Tokyo Para Olympics? ശ്രദ്ധിക്കുക, ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ആരൊക്കെയാണ് രണ്ട് പേര്? മാരിയപ്പൻ തങ്കവേലു ആൻഡ് ശരത് കുമാർ അല്ലേ? മാരിയപ്പൻ തങ്കവേലുവും അതുപോലെ തന്നെ ആരാണുള്ളത്? ശരത് കുമാറും ആണുള്ളത്. അവർക്ക് ഏതൊക്കെ മെഡലാണ് ലഭിച്ചിരിക്കുന്നത്? അവർക്ക് ലഭിച്ചിരിക്കുന്നത് സിൽവറും അതുപോലെ തന്നെ ബ്രോൺസ് മെഡലുമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് സ്പോർട്സുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 ഇസ് ഷൂട്ടിംഗ്, Option 2 is weightlifting, Option 3 is high jump and Option 4 is shot put. അപ്പോൾ അവർ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും? അവർ റിലേറ്റ് ചെയ്യുന്നത് ഹൈ ജമ്പുമായിട്ടാണ്. ഓപ്ഷൻ 3 ഹൈ ജമ്പ് ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാരിയപ്പൻ തങ്കവേലു ആൻഡ് ശരത് കുമാർ won silver and bronze in which sport at the Tokyo Para Olympics? ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ മാരിയപ്പൻ തങ്കവേലുവിനും അതുപോലെ തന്നെ ശരത് കുമാറിനും സിൽവറും ബ്രോൺസും ലഭിച്ചത് ഏത് സ്പോർട്ട് ഇനത്തിലാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ് വരുന്നത്? ഹൈ ജമ്പിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, who was appointed as the chief economic advisor of the government of India in January 2022? ജനുവരി 2022 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരെയാണ് ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജനുവരി 2022 ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആരെയായിരിക്കും? ഓപ്ഷൻസ് നോക്കൂ നിങ്ങൾ. എം ജഗദീഷ് കുമാർ, ഓപ്ഷൻ 2 സഞ്ജീവ് സന്യാൽ, ഓപ്ഷൻ 3 മാധവി പൂരി ആൻഡ് ഓപ്ഷൻ 4 വി അനന്ത നാഗേശ്വരം. അപ്പോൾ ആരായിരിക്കും ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക? ഓപ്ഷൻ 4 വി അനന്ത നാഗേശ്വരമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജനുവരി 2022 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? വി അനന്ത നാഗേശ്വരൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാമലിനി ആൻഡ് നളിനി ആസ്ഥാന ദ ഡാൻസർ ഡ്യുവോ ഹാവ് ബീൻ കൺഫേർഡ് വിത്ത് ദ പത്മശ്രീ ഇൻ 2022. ദേ ആർ റിനൗൺഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ്? അതായത് കാമലിനി അതുപോലെ തന്നെ നളിനി ആസ്ഥാന ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പത്മശ്രീ ലഭിച്ചത്? 2022 പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ ഇവർ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് ഡാൻസ് ഫോം ആയിരിക്കും? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഭരതനാട്യം, ഓപ്ഷൻ 2 കഥക്, ഓപ്ഷൻ 3 കുച്ചിപ്പുടി ആൻഡ് ഓപ്ഷൻ 4 മണിപ്പൂരി. അപ്പോൾ കാമലിനി ആൻഡ് നളിനി ആസ്ഥാന ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും? ദേ ആർ റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ 2 കഥക്. കഥക് എന്ന ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് ഈ രണ്ടുപേരും. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? കമലിനി ആൻഡ് നളിനി ആസ്ഥാന രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ലഭിച്ചത്? 2022 അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏത് ഡാൻസ് ഫോമാണ്? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, കഥക് ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ഫോമാണ്? ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? നോർത്ത് ഇന്ത്യ ആണല്ലേ. നമുക്ക് നോർത്ത് ഇന്ത്യ എന്നാണ് കാണാറല്ലേ, നോർത്ത് ഇന്ത്യ. ഇനി അഥവാ ഉത്തർപ്രദേശ് എന്ന് കാണുവാണെങ്കിലും എന്താണ്? റൈറ്റ് ആൻസർ തന്നെയാണ്. അതുപോലെ തന്നെ ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണെന്ന് പറയൂ? ഭരതനാട്യം തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് അല്ലേ. നമുക്കറിയാം ഭരതനാട്യം തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. കുച്ചിപ്പുടി ആണെങ്കിലോ? കുച്ചിപ്പുടി എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശ് ആണല്ലേ, ആന്ധ്രാപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെയാണ്. അപ്പോൾ മണിപ്പൂരി ആണെങ്കിലോ? മണിപ്പൂരി എവിടത്തെയാണെന്ന് പറയൂ? മണിപ്പൂരിലാണ് അല്ലേ, മണിപ്പൂർ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയാണ് രണ്ട് ഡാൻസ് ഫോംസ്? നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് രണ്ടെണ്ണെന്ന് നിങ്ങൾ പറയൂ? കഥകളി ഉണ്ടല്ലേ, കഥകളിയുണ്ട്. പിന്നെന്താണുള്ളത്? കഥകളി ആൻഡ് മോഹിനിയാട്ടം അല്ലേ. കഥകളിയുണ്ട്, പിന്നെ ഉള്ളത് ഏതാണ്? മോഹിനിയാട്ടം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നുകൂടെ പറയാം. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടുവിലെ ഡാൻസ് ഫോമാണ്, ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. കഥക് ആണെങ്കിൽ നോർത്ത് ഇന്ത്യ ആണ്.
കുച്ചിപ്പുടി ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്, മണിപ്പൂരി ആണെങ്കിൽ മണിപ്പൂരാണ്, കേരളം ആണെങ്കിലോ കഥകളിയും ഉണ്ട്, അതുപോലെ തന്നെ മോഹിനിയാട്ടവും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഏത്? ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് ദ നവാബ് ഓഫ് ഔധ് ആക്സെപ്റ്റഡ് ദ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി, ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? നമുക്കറിയാം ലോർഡ് വെല്ലസ്ലി എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? ലോർഡ് വെല്ലസ്ലി. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഒരു സിസ്റ്റം ആയിരുന്നു ഏത്? സബ്സിഡറി അലയൻസ് അല്ലേ? അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റം ആയിരുന്നു ഏത്? സബ്സിഡറി അലയൻസ്. എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1798 എന്ത് ചെയ്തത്? അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ നവാബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സബ്സിഡറി അലയൻസിനോട് യോജിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവാബ് ഓഫ് ഔധ് അത് എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 is 1809, ഓപ്ഷൻ 2 is 1806, ഓപ്ഷൻ 3 is 1801 ആൻഡ് ഓപ്ഷൻ 4 is 1796. 1796. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1801 ആണ്. ഓപ്ഷൻ 3 1801. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? നവാബ് ഓഫ് ഔധ് എപ്പോഴാണ് സബ്സിഡറി അലയൻസ് ആക്സെപ്റ്റ് ചെയ്തത്? സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വെല്ലസ്ലി ആണ്. ലോർഡ് വെല്ലസ്ലി ആരായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. അപ്പോൾ എപ്പോഴാണ് നവാബ് ഓഫ് ഔധ് ആക്സെപ്റ്റ് ചെയ്തത് സബ്സിഡറി അലയൻസ്? 1801 നവാബ് ഓഫ് ഔധ് ആക്സെപ്റ്റ് ചെയ്തത്. ഇനി സബ്സിഡറി അലയൻസ് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1798 സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡോഡാബെട്ട, ഓപ്ഷൻ 2 ആനമുടി, ഓപ്ഷൻ 3 മാകുർത്തി, ഓപ്ഷൻ 4 മഹേന്ദ്രഗിർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ? നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ 2 ആനമുടിയാണ് അല്ലേ. ഓപ്ഷൻ 2 ആനമുടിയാണ് ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ് പ്രസൻസ് എ പിക്ചർ ഓഫ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഈ തന്നിരിക്കുന്നവയിൽ ഏത് ഇൻഡിക്കേറ്ററാണ് പിക്ചറൈസ് ചെയ്യുന്നത്? എന്ത് പിക്ചറൈസ് ചെയ്യുന്നത്? ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇത് രണ്ടും കൂടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 is വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഓപ്ഷൻ 2 is ലിറ്ററസി റേറ്റ്, ഓപ്ഷൻ 3 is per capita income ആൻഡ് ഓപ്ഷൻ 4 is സെക്സ് റേഷ്യോ. ഇതിൽ ഏതായിരിക്കും ഇത് രണ്ടും കൂടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക? പ്രസൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 1 വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ്. എന്ത് രണ്ട് സാധനങ്ങളാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഒക്യുപ്പേഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ഗിവൺ ദ ക്രെഡിറ്റ് ഫോർ സ്റ്റാർട്ടിങ് ദ ഗുപ്ത ഇറ? ഗുപ്ത ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആർക്കാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 is കുമാരഗുപ്ത, ഓപ്ഷൻ 2 is ചന്ദ്രഗുപ്ത 2, ഓപ്ഷൻ 3 is ചന്ദ്രഗുപ്ത 1 ആൻഡ് ഓപ്ഷൻ 4 is സമുദ്രഗുപ്ത. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാവുക? ക്രെഡിറ്റ് കൊടുക്കുന്നത് ഓപ്ഷൻ 3 ചന്ദ്രഗുപ്തയ്ക്കാണ്. ചന്ദ്രഗുപ്ത 1 ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗുപ്ത ഡൈനാസ്റ്റി ആരായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഗുപ്ത ഡൈനാസ്റ്റി ഫോം ചെയ്തത് ആരായിരിക്കും? ആരാണ് ഗുപ്ത ഡൈനാസ്റ്റി ഫോം ചെയ്തത്? ശ്രീഗുപ്തയാണ്. ഓക്കെ, ശ്രീഗുപ്തയാണ് ഗുപ്ത ഡൈനാസ്റ്റി ഫോം ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് റൂളർ ആരായിരിക്കും? ഈ ഗുപ്ത ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരായിരിക്കും? വിഷ്ണുഗുപ്തയാണ് കേട്ടോ. വിഷ്ണുഗുപ്തയാണ് ലാസ്റ്റ് റൂളറായിട്ട് വരുന്നത്. സോറി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത 1 ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ശ്രീഗുപ്തയാണ്. ലാസ്റ്റ് റൂളർ വിഷ്ണുഗുപ്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഈസ് ദ ടെക്നിക് ക്ലീൻ ആൻഡ് ജേർക്ക് യൂസ്ഡ്? ഈ തന്നിരിക്കുന്നവയിൽ ഏത് സ്പോർട്ടിനത്തിലാണ് ക്ലീൻ അതുപോലെ ജേർക്ക് ഈ രണ്ട് ടെക്നിക്സും യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 is ഹാമർ ത്രോ, ഓപ്ഷൻ 2 is wrestling, ഓപ്ഷൻ 3 is ബോഡി ബിൽഡിംഗ് ആൻഡ് ഓപ്ഷൻ 4 is വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഏതിലായിരിക്കും ക്ലീൻ ആൻഡ് ജേർക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക? രണ്ട് യൂസ് ചെയ്യുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ്. ഓക്കെ അല്ലേ?
വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് ഏത് രണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? ക്ലീൻ ആൻഡ് ജേർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ബുലന്ദ് ദർവാസ അറ്റ് ഫത്തേപൂർ സിക്രി ഈസ് എ ഗേറ്റ് വേ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് മോസ്ക്? ഈ തന്നിരിക്കുന്നവയിൽ ഏത് മോസ്കിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ടാണ് ഫത്തേപൂർ സിക്രിയിൽ സ്ഥിതി ചെയ്യുന്ന ബുലന്ദ് ദർവാസ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ജമാ മസ്ജിദ്, ഓപ്ഷൻ 2 ഇസ് ജമാലി കമാലി ആൻഡ് ഓപ്ഷൻ 3 ഈസ് അദൈ ദിൻ ക ചോപ്ര, ഓപ്ഷൻ 4 ഇസ് മോട്ടി മസ്ജിദ്. ഈ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഗേറ്റ് വേ ആയിരിക്കും ബുലന്ദ് ദർവാസ? ഈ ബുലന്ദ് ദർവാസ എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഓപ്ഷൻ 1 ജമാ മസ്ജിദ്. ജമാ മസ്ജിദിൻ്റെ ഗേറ്റ് വേ ആണ് ഇത് ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഈ ബുലന്ദ് ദർവാസ എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ തീം ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻ ദ ഇയർ 2015 ഇൻ ഇന്ത്യ? 2015 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്തായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1 country 1 people, ഓപ്ഷൻ 2 ये इंडिया का टाइम है, ഓപ്ഷൻ 3 ടുവേർഡ്സ് ട്രൂ ഫ്രീഡം, ഓപ്ഷൻ 4 യാദ് ഖരോ കുർബാനി. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ 2015 തീമായിട്ട് വരുന്നത് ടുവേർഡ്സ് ട്രൂ ഫ്രീഡം എന്നാണ്. ടുവേർഡ്സ് ട്രൂ ഫ്രീഡം ആണ് എന്തിൻ്റെ തീമായിട്ട് വരുന്നത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമായിട്ട് വരുന്നത്. ഏത് വർഷത്തെ തീമാണ്? 2015 തീമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കർമ്മയോഗി ഭാരത് ഓൺസ് ആൻഡ് ഓപ്പറേറ്റ്സ് ദ ഡിജിറ്റൽ അസെറ്റ്സ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ഫോർ ദ ഓൺലൈൻ ട്രെയിനിങ് ഓഫ് ഡാഷ്. കർമ്മയോഗി ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള എന്തുണ്ട്? നമുക്കൊരു ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് സിവിൽ സർവൻസ്, ഓപ്ഷൻ 2 ഈസ് സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഓപ്ഷൻ 3 ഡിഫൻസ് പേഴ്സണൽ ആൻഡ് ഓപ്ഷൻ 4 ഇസ് അക്കാഡമിയൻസ്. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും ഈ ട്രെയിനിങ് പ്ലാറ്റ്ഫോം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക? അത് സിവിൽ സർവൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർമ്മയോഗി ഭാരത് ഓൺസ് ആൻഡ് ഓപ്പറേറ്റ്സ് ദ ഡിജിറ്റൽ അസെറ്റ്സ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ഫോർ ദ ഓൺലൈൻ ട്രെയിനിങ് ഓഫ് സിവിൽ സർവൻസ്. സിവിൽ സർവൻസിൻ്റെ ഓൺലൈൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് കർമ്മയോഗി ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ നോവൽ എ സ്യൂട്ടബിൾ ബോയ് വിച്ച് ഈസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് നോവൽ? അതായത് ആരാണ് എ സ്യൂട്ടബിൾ ബോയ് എന്ന് പറഞ്ഞ നോവലിൻ്റെ ഓഥർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 ഇസ് സൽമാൻ റുഷ്ദി, ഓപ്ഷൻ 2 ഈസ് RK നാരായൺ, ഓപ്ഷൻ 3 ഈസ് വിക്രം സേത്ത് ആൻഡ് ഓപ്ഷൻ 4 ഈസ് റോഹിൻടോൺ മിസ്ട്രി. അപ്പോൾ ഇതിൽ ആരായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 വിക്രം സേത്ത്. വിക്രം സേത്താണ് എ സ്യൂട്ടബിൾ ബോയിൻ്റെ ഓഥറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, Rohan Bopanna and Ramkumar Ramnathan got a direct entry into the doubles main draw of the 4th edition of which of the following tennis tournaments that began in January 2022? അപ്പോൾ ജാനുവരി 2022 എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പേർക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4th എഡിഷൻ, ഈ ടൂർണമെൻറ്റിൻ്റെ 4th എഡിഷനിൽ 2 പേർക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 പേര് ആരൊക്കെയാണ്? റോഹൻ ബോപ്പണ്ണയും അതുപോലെ തന്നെ രാംകുമാർ രാമനാഥനുമാണ്. അപ്പോൾ അവർക്ക് ഈ തന്നിരിക്കുന്നവയിൽ ഏത് ടൂർണമെൻറ്റിലേക്കാണ് അവർക്ക് ഈ ഡയറക്റ്റ് എൻട്രി ലഭിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര, ഓപ്ഷൻ 2 BNP പരിഭാസ് ഓപ്പൺ, ഓപ്ഷൻ 3 ഖത്തർ എക്സോൺ മൊബിൽ ഓപ്പൺ, ഓപ്ഷൻ 4 ദുബായ് ഡ്യൂട്ടി ഫ്രീ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഇതിൽ ഏതിലേക്കായിരിക്കും അവർക്ക് ഡയറക്റ്റ് എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക? ഡയറക്റ്റ് എൻട്രി ലഭിച്ചത് ഓപ്ഷൻ 1 ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്രയിലേക്കാണ് അവർക്ക് ഡയറക്റ്റ് എൻട്രി ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, if 4 resistors 3 ohm, 4 ohm, 5 ohm and 6 ohm are connected in series, what will be the combined resistance of the 4 resistors? അതായത് 4 റെസിസ്റ്ററുകളുണ്ടല്ലേ. R1 എന്താണ്? 3 ohm ഉണ്ട്. അതുപോലെ തന്നെ R2 എന്താണ്? 4 ohm ഉണ്ട്. R3 എന്താണ്? 5 ohm ഉണ്ട്. R4 എന്താണ്? 6 ohm ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? കമ്പൈൻഡ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഈ സീരീസിൻ്റെ കമ്പൈൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ RS ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? R1 + R2 + R3 + R4 ആണ് നമ്മൾ ചെയ്യുക അല്ലേ.
അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിയേ, 3 + 4 + 5 + 6 അല്ലേ. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ എന്താ വരിക? 18 വരും അല്ലേ. 18 ഓം ആയിരിക്കും കറക്റ്റ് ആൻസർ. 18 ഓം ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതാണ് 18 ഓം വരുന്നത്? ഓപ്ഷൻ 1 3 ഓം, ഓപ്ഷൻ 2 10 ഓം, ഓപ്ഷൻ 3 18 ഓം ആൻഡ് ഓപ്ഷൻ 4 9 ഓം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 3 18 ഓം ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തത്, what was the style of architecture used in ലക്ഷ്മി വിലാസ് പാലസ് ഓഫ് വഡോദര, ഗുജറാത്ത്? ഗുജറാത്തിലുള്ള വഡോദര എന്നുള്ള സ്ഥലത്ത് എന്തുണ്ട്? ഏത് പാലസ് ആണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷ്മി വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള പാലസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സ്ഥിതി ചെയ്യുന്ന പാലസിൻ്റെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് മുഗൾ സ്റ്റൈൽ, ഓപ്ഷൻ 2 ഇസ് ഹിന്ദു ടെമ്പിൾ സ്റ്റൈൽ, ഓപ്ഷൻ 3 ഇസ് ഇൻഡോ സരസനിക് സ്റ്റൈൽ, ഓപ്ഷൻ 4 ഇസ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ലക്ഷ്മി വിലാസ് പാലസ്, വഡോദരയിലുള്ള ഗുജറാത്തിലുള്ള ലക്ഷ്മി വിലാസ് പാലസിലെ ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈൽ ഏതാണ്? ഓപ്ഷൻ 3 ഇൻഡോ സരസനിക് സ്റ്റൈലാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമ്പൗണ്ട് ഈസ് used to remove the skins from tomatoes, potatoes and other fruits and vegetables for canning and as a ingredient in food preservatives that helps prevent mold and bacteria from growing in food. അതായത് ഫുഡ് പ്രിസർവ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ടീരിയ ഒന്നും ഗ്രോ ചെയ്യാതിരിക്കാനും അതുപോലെ നമ്മൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യില്ലേ, പൊട്ടറ്റോസ് ടൊമാറ്റോസിൻ്റെയൊക്കെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് അലുമിനിയം ഫോസ്ഫൈഡ്, ഓപ്ഷൻ 2 ഇസ് സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ 3 ഇസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഓപ്ഷൻ 4 ഇസ് മഗ്നീഷ്യം ബൈസൾഫൈഡ്. ഇതിൽ ഏതായിരിക്കും ഫുഡ് പ്രിസർവേറ്റീവ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ 4 സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following articles of the Constitution of India states that no religion constructions shall be provided in any education institution wholly maintained out by state funds? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് പ്രകാരം ഏത് ആർട്ടിക്കിളിലാണ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാടില്ല എന്ന് പറയുന്നത്? ഏത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്? സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 68, ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 40, ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 54 ആൻഡ് ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 28. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 28 ആണ്. ആർട്ടിക്കിൾ 28ലാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഏത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്ത് പാടില്ല? റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, who is a marginal worker as per the standard census definition in India? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് സെൻസസ് ഡെഫിനിഷൻ പ്രകാരം ആരാണ് ഒരു മാർജിനൽ വർക്കറായിട്ട് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഒരു മാർജിനൽ വർക്കറായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ലെസ് ദാൻ 183 days ഇൻ എ ഇയർ. ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 183 days കുറവ് വർക്ക് ചെയ്യുന്ന ഒരാളെയാണോ എടുക്കുന്നത് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 2 ആണെങ്കിൽ എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ലെസ് ദാൻ 150 days ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 150 ദിവസത്തിൽ കുറവ് വർക്ക് ചെയ്യുന്ന ആൾ. ഓപ്ഷൻ 3 ആണെങ്കിൽ എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ലെസ് ദാൻ 100 days ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 100 ദിവസത്തിൽ കുറവ് വർക്ക് ചെയ്യുന്ന ആൾ. ഓപ്ഷൻ 4 ആണെങ്കിൽ എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ലെസ് ദാൻ 200 days ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 200 days കുറവ് വർക്ക് ചെയ്യുന്ന ആൾ. ആരെയായിരിക്കും ഒരു മാർജിനൽ വർക്കറായിട്ട് എടുക്കുന്നുണ്ടാവുക? ഓപ്ഷൻ 1 എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ലെസ് ദാൻ 183 days ഇൻ എ ഇയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ മോളിക്കുലർ വെയ്റ്റ് ഓഫ് ഫാറ്റി ആസിഡ് ഡിറ്റർമൈൻഡ്? മോളിക്കുലർ വെയ്റ്റ് ഓഫ് ഫാറ്റി ആസിഡ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് പെറോക്സൈഡ് വാല്യൂ, ഓപ്ഷൻ 2 is iodine value, option 3 is saponification value and option 4 is acid value. എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫാറ്റി ആസിഡിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓപ്ഷൻ 4 സാപ്പോണിഫിക്കേഷൻ വാല്യൂ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, when were the general elections
to the Legislative Assembly of the National Capital Territory held for the first time. അതായത് എപ്പോഴാണ് ജനറൽ ഇലക്ഷൻ നടന്നത്? എന്തിൻ്റെ ജനറൽ ഇലക്ഷൻ? of the Legislative Assembly of the National Capital Territory. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴായിരിക്കും? ഓപ്ഷൻ 1 നോക്കുകയാണെങ്കിൽ 1992, ഓപ്ഷൻ 2 ആണെങ്കിൽ 1993, ഓപ്ഷൻ 3 ആണെങ്കിൽ 1990 ആൻഡ് ഓപ്ഷൻ 4 ആണെങ്കിൽ 1991. ഏതിനായിരിക്കും? ഏത് സമയത്തായിരിക്കും? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, 1992. 1992ലാണ് ജനറൽ ഇലക്ഷൻ നടന്നത്. എന്തിൻ്റെ ജനറൽ ഇലക്ഷൻ ആണ് നടന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ഇനി നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is considered as small earthquakes in underground caves and mines which are caused by the seismic waves produced by the eruption of rocks on the surface? എന്താണ് ക്വസ്റ്റ്യൻ? ഈ തന്നിരിക്കുന്നവയിൽ ഏതിനെയാണ് നമ്മൾ സ്മോൾ എർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സ്മോൾ എർത്ത് എവിടെയാണ് ഉണ്ടാവുന്നത്? കേവ്സിലും മൈൻസിലുമാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ഇതൊരു സീസ്മിക് വേവ്സ് കാരണമാണ് ഉണ്ടാവുന്നത്. ഈ സീസ്മിക് വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ദ ഇറപ്ഷൻ ഓഫ് റോക്സ്. റോക്സിൻ്റെ ഇറപ്ഷനാണ്, സർഫേസിലുള്ള റോക്സിൻ്റെ ഇറപ്ഷൻ കാരണം ഒരു സീസ്മിക് വേവ്സ് ഉണ്ടാവും. അത് കാരണം എന്തുണ്ടാവും? കേവ്സിലും മൈൻസിലും ഒക്കെ ചെറിയ എർത്ത് ഉണ്ടാവും. അപ്പോൾ ആ എർത്ത് പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് കൊളാപ്സ് എർത്ത്, ഓപ്ഷൻ 2 ഇസ് എക്സ്പ്ലോഷൻ എർത്ത്, ഓപ്ഷൻ 3 ഇസ് വോൾക്കാനിക് എർത്ത് ആൻഡ് ഓപ്ഷൻ 4 ഇസ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 കൊളാപ്സ് എർത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, in 1921-22 farmers of the Malabar sea coast of Kerala undertook a great uprising which is known as dash. അതായത് 1921-22 സമയത്ത് മലബാറിൻ്റെ സീ കോസ്റ്റിലുള്ള ഫാർമേഴ്സ് എന്ത് ചെയ്തു? ഒരു റിവോൾട്ട് നടത്തി. ആ റിവോൾട്ടിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ ആ റിവോൾട്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 കോൾ അപ്രൈസിംഗ്, 2 സന്താൽ അപ്രൈസിംഗ്, 3 മാപ്പിള അപ്രൈസിംഗ് ആൻഡ് 4 മുണ്ട അപ്രൈസിംഗ്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 3 മാപ്പിള അപ്രൈസിംഗ് ആയിരിക്കും അല്ലേ? മാപ്പിള റബലിയൻ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് 1921-22 സമയത്ത് മലബാർ സീ കോസ്റ്റിലുള്ള ഫാർമേഴ്സ് നടത്തിയ റിവോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following instruments is performed by നന്ദിനി ആൻഡ് രാഗിനി ശങ്കർ? നന്ദിനി അതുപോലെ രാഗിനി ശങ്കർ ഇവർ രണ്ടുപേരും ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് വയലിൻ, ഓപ്ഷൻ 2 ഇസ് സിത്താർ, ഓപ്ഷൻ 3 ഇസ് വീണ ആൻഡ് ഓപ്ഷൻ 4 ഇസ് മൃദംഗം. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 വയലിൻ ആണ്. വയലിൻ ആണ് ആര് രണ്ടുപേര് പെർഫോം ചെയ്യുന്നത്? നന്ദിനി അതുപോലെ തന്നെ രാഗിനി ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, what does the green revolution refers to in Indian agriculture? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ അത് എന്തിനാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ഇൻക്രീസ് ഇൻ ഫോറസ്റ്റ് കവർ, ഓപ്ഷൻ 2 ഇസ് ഇൻക്രീസ് ഇൻ ലാൻഡ് അണ്ടർ ഗ്രാസ് ലാൻഡ്, ഓപ്ഷൻ 3 ഇസ് ഇൻക്രീസ് ഇൻ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഓപ്ഷൻ 4 ഇസ് സ്പെക്ടക്കുലർ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 സ്പെക്ടക്കുലർ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനിലുള്ള ആ ഒരു സ്പെക്ടക്കുലർ ഇൻക്രീസ് അതിനെയാണ് എന്ത് റെഫർ ചെയ്യുന്നത്? ഗ്രീൻ റവല്യൂഷൻ റെഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following classical dance forms begins with a drum playing performance called കേളികൊട്ട്? അതായത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോം തുടങ്ങുന്ന സമയത്താണ് ഒരു ഡ്രം വെച്ചൊരു പെർഫോമൻസ് നടക്കുന്നത്? ആ പെർഫോമൻസിൻ്റെ പേരെന്താണ്? കേളികൊട്ട് എന്നാണ് ആ പെർഫോമൻസിൻ്റെ പേര്. അപ്പോൾ അത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിന് മുന്നെയാണ് ഈ കേളികൊട്ട് നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഓപ്ഷൻസ് ഇല്ലെങ്കിലും നമുക്ക് ഉത്തരം പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ 1 ഇസ് കുച്ചിപ്പുടി, ഓപ്ഷൻ 2 ഇസ് ഒഡീസി, ഓപ്ഷൻ 3 ഇസ് കഥകളി ആൻഡ് ഓപ്ഷൻ 4 ഇസ് ഭരതനാട്യം. ഏതായിരിക്കും ആൻസർ? അഫ്കോഴ്സ് കഥകളി ആയിരിക്കും അല്ലേ ആൻസർ. കഥകളിക്ക് മുന്നേ ആണ് എന്തുള്ളത്? കേളികൊട്ട് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്